കർണാടകയിലെ DK ശിവകുമാറിന് ലഭിച്ച സ്വീകരണം കണ്ട് കണ്ണു തള്ളിപ്പോയിരിക്കുകയാണ് DK ശിവകുമാറിന്റെ ശത്രുക്കൾക്ക്. അസ്തമിച്ചു എന്ന് പറഞ്ഞ DK ശിവകുമാർ ഉദിച്ചു വരുന്നത് കണ്ട് കണ്ടം വഴി ഓടിയിരിക്കുകയാണ് BJPയുടെ നേതാക്കൾ. ഒരുപക്ഷെ DK ശിവകുമാറിന്റെ അറസ്റ്റ്, DK ശിവകുമാറിനുള്ള ജനകീയത കർണാടകയിൽ നഷ്ടപ്പെട്ടു പോകുമെന്ന് വിചാരിച്ചവർക്ക് വമ്പൻ സ്വീകരണത്തിൽ നിന്നും മനസ്സിലായത് DK കർണാടകയുടെ ഒരേ ഒരു വികാരം എന്നുള്ളതാണ്. അതായത് കർണാടകയുടെ രാഷ്ട്രീയത്തിൽ പകരക്കാരനില്ലാത്ത നേതാവാണ് DK ശിവകുമാർ എന്ന് തെളിയിച്ചിരിക്കുകയാണ്. ബംഗളൂരു വിമാനത്താവളത്തിൽ നിന്ന് ബംഗളൂരു നഗരത്തിലെത്തിയ DK ശിവകുമാറിന് കോൺഗ്രസ് പ്രവർത്തകർ വമ്പൻ സ്വീകരണം ഒരുക്കി എന്ന് പറയുമ്പോൾ 200 കിലോയുടെ ആപ്പിൾ മാലയാണ് ശിവകുമാറിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസ് പ്രവർത്തകർ അവിടെ തയ്യാറാക്കി വെച്ചത്. കോൺഗ്രസ് പ്രവർത്തകർ നൽകിയ സ്വീകരണത്തിൽ അവിടെയുള്ള മതേതരത്വ വിശ്വാസികളും പങ്കാളികളായി എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. അതായത് അത്രത്തോളം DK ശിവകുമാറിനെ സ്നേഹിക്കുന്ന ഒരു പൊതുജനം കർണാടകയിലുണ്ട് എന്നുള്ളതാണ്. DK ശിവകുമാർ അറസ്റ്റിലായതിനു ശേഷം അദ്ദേഹത്തിന്റെ ജനകീയതയിൽ വലിയ ഒരു കുതിച്ചുചാട്ടം തന്നെ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിന് വലിയ പിന്തുണ തന്നെ പലരും അറിയിച്ചിട്ടുണ്ട്. പല സമുദായ സംഘടനകളടക്കം DK ശിവകുമാറിനോടൊപ്പമെന്ന് പരസ്യമായി തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഒക്കലിഗ സമുദായത്തിലെ പ്രധാനിയായ DK ശിവകുമാറിന് ഇപ്രാവശ്യം ഒക്കലിഗ സമുദായം എല്ലാവിധ പിന്തുണയും തിരഞ്ഞെടുപ്പിൽ അറിയിച്ചിട്ടുണ്ട്. ഇതൊക്കെ നേട്ടങ്ങളിലേക്കുള്ള പുതിയ കാൽവെപ്പായിരിക്കും. കർണാടക രാഷ്ട്രീയത്തിൽ DK ശിവകുമാറിന് ഒരു വമ്പൻ തിരിച്ചുവരവ് നടത്താൻ സാധിക്കുന്ന വലിയ ഒരു സൂചന തന്നെയാണ് ഇപ്പോൾ കർണാടക നൽകിക്കൊണ്ടുള്ളത്. നമുക്ക് ആ ദൃശ്യം കാണാം. Stop.